ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഗോതമ്പ് പൊടി നേന്ത്രപ്പഴം വെച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പാണ് കേട്ടോ നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോണത്. 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഈ മധുരം പാകമായിരിക്കും. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്തോളൂ. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്കിത് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുകി ഇത് മാറ്റി വയ്ക്കാം. പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. നെയ്യ് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. ഗോതമ്പ് പൊടി നെയ്യിൽ നല്ലോണം നമുക്ക് വറുത്തെടുക്കണം. ഗോതമ്പ് പൊടി നല്ലോണം വറുത്ത് വരാൻ തുടങ്ങുമ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് അറിയാം വെച്ചാൽ നല്ലൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർക്കണം. ഇതും കൂടി ചേർത്ത് ഇനി നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ഗോതമ്പ് പൊടി റവ നല്ലോണം വറുത്തെടുത്തു. ഇനി നമുക്കിത് വേറെ ബൗളിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ കുറച്ച് കറുത്ത മുന്തിരി ചേർക്കാം. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റ് ആകുമ്പോൾ പാനിൽ നിന്ന് മാറ്റാം. 1/2 ടീസ്പൂൺ നെയ്യ് മതി. മുന്തിരി വറുത്തെടുത്തതിൻ്റെ നെയ്യ് ഇട്ട് 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ പഴം ഒന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുക്കും വേണം. പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടും വേണം. 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. എല്ലാം മിക്സ് ചെയ്ത് പഴം നല്ലോണം കളർ മാറി കിട്ടണം നമുക്ക്. പഴം ഇപ്പോൾ കുറച്ച് കളറൊക്കെ മാറി തുടങ്ങി. ഇതിന്ന് നമുക്ക് പകുതി പഴം മാറ്റാം. 3/4 കപ്പ് ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. നാളികേരം കൂടുതൽ വേണമെങ്കിൽ എടുക്കാട്ട, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് കാഷ്യൂ ചെറുതായിട്ട് മുറിച്ചത്, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നാളികേരം ഡ്രൈ ആക്കി എടുക്കണം. പഴത്തിൻ്റെ കൂടെ നാളികേരം നല്ലോണം മിക്സ് ആവുകയും ചെയ്തു. നാളികേരം ഒന്ന് ഡ്രൈ ആവുകയും ചെയ്ത് ഇനി ഫ്ലെയിം ഓഫാക്കാം. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഗോതമ്പ് മാവിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പഴത്തിൽ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ കറുത്ത എള്ള്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാട്ട. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അത് തന്നെ നമ്മൾ ചേർക്കണം. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളും. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചേക്കണ ശർക്കരപ്പാനി കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ശർക്കരപ്പാനി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു. ശർക്കരപ്പാനി ചേർത്തിട്ട് ഞാൻ എടുത്ത ശർക്കരപ്പാനി കറക്റ്റായിരുന്നു. ഈ പാകത്തിന് വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർക്കാം. ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഴത്തിൻ്റെ മിക്സ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം റവ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയി. ഇതിപ്പോൾ കറക്റ്റ് പാകമാണ് കേട്ടോ, മാവിൻ്റെ പാകം. നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കുമ്പോൾ വല്ലാണ്ട് കട്ടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഈ പാകത്തിന് എടുത്തോളൂ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യണം. കേക്ക് ടിന്ന് എടുത്ത് നെയ്യ് പരത്തി ഒരു ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇലയ്ക്ക് പകരം ബട്ടർ പേപ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ എടുത്ത് വെച്ചേക്കണ പഴത്തിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. വറുത്ത് വെച്ചേക്കണ മുന്തിരി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് 15 തൊട്ട് 20 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കാം. മുകളിലൊരു ഇല വയ്ക്കുന്നുണ്ട്. അപ്പം വേവാൻ വെച്ചിട്ട് 15 മിനിറ്റായി തുറക്കാം. 20 മിനിറ്റ് വരെ വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞു നമുക്ക് നോക്കാം വെന്തുണ്ടോ എന്ന്. വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം കുറേശ്ശെ തണുത്തുണ്ട്. ഇനി നമുക്ക് ഡിമോൾഡ് ചെയ്യാം. മോൾ ഭാഗം നമുക്ക് കിട്ടണം. അതാണ് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് ഒന്നും കൂടി മറക്കുന്നുണ്ട്. നല്ല ഹെൽത്തിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.